ഹായ്, എൻ്റെ പേര് സൈൻ ഡി ജോസഫ്. ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് അയന. ഞാൻ കേരള ഗ്രാമീൺ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. മലപ്പുറത്താണ് വർക്ക് ചെയ്യുന്നത്. സ്വന്തം സ്ഥലം തിരുവനന്തപുരമാണ്. നമുക്ക് 2 കുട്ടികളാണ്. അപ്പം അവരുടെ ഫ്യൂച്ചറിലത്തേക്ക് വേണ്ടി എന്തെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് കരുതി വെക്കണം എന്നുള്ള ഒരു ഐഡിയയിലാണ് നമ്മളൊരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാര്യം എല്ലാ കാലത്തും വാല്യൂ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഏതോ ഒരു അസറ്റ് എന്ന് പറയുന്നത് ഫ്ലാറ്റ്സും ലാൻഡും ഒക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് ഞങ്ങൾക്കൊരു വീടുണ്ട്. കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഭാവിയിലേക്ക് ചെയ്തിടണം എന്ന് ആഗ്രഹിക്കുന്ന നോക്കിയിരിക്കുമ്പോഴാണ് കൃത്യസമയത്ത് ഒരു ദൈവഹിതം എന്നുള്ള പോലെ എൻ്റെ ബാങ്കിൻ്റെ യോനോ ആപ്പിനകത്തൊരു പരസ്യം കാണും. അപ്പോൾ വളരെ ഒരു നിമിഷ നേരത്തെ മിന്നി മറിഞ്ഞു പോയതാണ് കാസാഡ് ആൻഡ് ഡെവലപ്പേഴ്സിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്കിൻ്റെ അപ്രൂവ്ഡ് പ്രോജക്റ്റ് ആകുമ്പോൾ നമുക്കൊരു കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ട്. കാര്യം ബാങ്ക് അപ്രൂവ് ചെയ്യുന്നൊരു പ്രോജക്റ്റ് വളരെ സ്ക്രൂട്ടണി, ലീഗൽ സ്ക്രൂട്ടണി എല്ലാം കഴിഞ്ഞിട്ടാണ് ബാങ്ക് ഒരു പ്രോജക്റ്റ് അപ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അപ്രൂവ്ഡ് പ്രോപ്പർട്ടി ആകുമ്പോൾ ഒരു പീസ് ഓഫ് മൈൻഡ് അതിൻ്റെ ലീഗൽ സൈഡിൻ്റെ കാര്യത്തിലുണ്ട്. അങ്ങനെയാണ് ഞാൻ ഒരു ജസ്റ്റ് ഒരു എൻക്വയറി കോൾ വിളിക്കുന്നത്. അപ്പോൾ അതിന് ഫോളോ അപ്പ് ആയിട്ട് അസ്ലം ഒന്ന് വന്ന് കാണും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് എന്നാൽ കണ്ടുകളയാം. കാര്യം നമുക്ക് വളരെ ഒരു റീസണബിൾ ആയിട്ടുള്ളൊരു റേറ്റാണ് ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റിനുള്ളതെന്ന് തോന്നി. അപ്പോൾ അതിൻ്റെ ബ്രോഷറൊക്കെ വായിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് കണ്ടുകളയാം എന്ന് കരുതി ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇമ്പ്രസ്ഡായി. ഒന്ന് ഈ ആക്സസിബിലിറ്റി, മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് ഉള്ള ഒരു ആക്സസിബിലിറ്റിയുടെ ഒരു ഇതുണ്ട്. പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് മെട്രോ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് കാണാൻ വരുന്നത് തന്നെ. അപ്പോൾ അവിടെ നിന്നൊരു വാക്കബിൾ ഡിസ്റ്റൻസ് ആണെന്നുള്ളത് അറിഞ്ഞപ്പോൾ തന്നെ അതൊരു നല്ലൊരു അട്രാക്റ്റീവ് ഫാക്ടറായിട്ട് തോന്നി. രാജഗിരി കോളേജും സ്കൂളും ഒക്കെ അടുത്തുണ്ട്. മെട്രോ ട്രെയിൻ ഇറങ്ങിയിട്ട് നടന്നു വരാവുന്ന ഇതിലാണ് ഈ അപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത് വളരെ വലിയൊരു പോയിൻ്റായിട്ട് തോന്നി. ഓൾമോസ്റ്റ് സ്ട്രക്ചറിൻ്റെ ഫൈനൽ സ്റ്റേജസിലാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റിലോട്ട് വരുന്നത്. ഇവരൊരു ഗൂഗിൾ ഡ്രൈവിൻ്റെ ഒരു ഹാൻഡ് വിട്ടിട്ട് ഞങ്ങൾക്ക് ഷെയർ ചെയ്യും. അപ്പോൾ അതിനകത്തൂടെ നമുക്ക് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ്റെ എല്ലാ സ്റ്റേജസും കാണാൻ പറ്റുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇമ്പ്രസ്ഡായി. അങ്ങനൊന്നും വേറെ ആരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് വളരെ ഒരു യുണീക്കായിട്ടുള്ളൊരു ഇവരുടെ ഒരു ഇനിഷ്യേറ്റീവായിട്ട് തോന്നി. ഓരോ സ്റ്റേജ് ഓരോ പണി നടക്കുന്നതനുസരിച്ച് ചിലപ്പോൾ വീക്ക്ലിയോ ചിലപ്പോൾ മന്ത്ലിയോ ഒക്കെ ഓരോ കാര്യങ്ങൾ ഫിനിഷ് ആകുന്നതനുസരിച്ച് അവർ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പോകും. അത് വളരെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഏത് ലെവലിൽ നിൽക്കുന്നു എന്നുള്ളത് അപ്പോൾ അറിയിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ത്രൂ ഇമെയിൽസും ഉണ്ട്. അവർ വാട്സാപ്പ് വഴിയെല്ലാം ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. ആ പ്രൈസിൽ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് ആ ബാത്റൂം ഫിറ്റിങ്സും എല്ലാം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം വെച്ചിട്ടൊരു ഫുള്ളി ഫങ്ഷണൽ ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം വെച്ചിട്ട് ഫിനിഷ് ചെയ്യുന്നതാണ് തന്നത്. അതുകൂടാതെ പൈപ്പ് ഗ്യാസ് കണക്ഷനുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും അതിനകത്ത് സെറ്റ് ചെയ്ത് ആണ് ഫിനിഷ് ചെയ്ത് തന്നിരിക്കുന്നത്. എല്ലാ സ്വിച്ചസും നല്ല ക്വാളിറ്റി സ്വിച്ചസ് എല്ലാം വെച്ച് ഒരു ആവശ്യത്തിനുള്ള പോയിൻറ്റ്സ് എല്ലാം ഇട്ടിട്ടാണ് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തത്. ഇവരുടെ എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സും റെഗുലറായിട്ട് ഫോളോ അപ്പ് നമ്മുടെ എന്ത് കാര്യത്തിൽ ഇപ്പം നമ്മൾ അത് വാങ്ങാൻ തീരുമാനിക്കുമ്പോൾ മുതൽ ലോൺ ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യം എല്ലാ കാര്യത്തിനും റെഗുലർ ഫോളോ അപ്പും ഒരു കോൺസ്റ്റൻറ്റ് കോൺടാക്റ്റ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര ഒരു നല്ല കാര്യം. കാര്യം നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് ആ ഒരു അറ്റൻഷൻ കിട്ടി. അതിനകത്തൂടെ എന്ത് ഡൗട്ട് വന്നാലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാൻ എല്ലാ സമയത്തും ഓൺ കോൾ ആളുണ്ടായിരുന്നത് അത് ഒരുപാട് സ്റ്റാഫ്. ഒരുപ്പെട്ട കാസാഡിൻ്റെ എല്ലാ എംപ്ലോയീസിൻ്റെ നമ്പർ എൻ്റെ ഫോണിൽ സേവ്ഡാണ്. കാര്യം അവരുമായിട്ട് പല സമയത്ത് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവർ വളരെ നല്ല രീതിയിൽ പൊളൈറ്റായിട്ട് വളരെ നല്ല പ്രൊഫഷണൽ രീതിയിൽ നമ്മൾ ഡീൽ ചെയ്യുന്നു. ആ ഡീലിങ് കണ്ട് ഇഷ്ടപ്പെടുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് നിൽക്കാനും അത് വാങ്ങാനും ഒക്കെ ഉള്ളൊരു ആഗ്രഹം വന്നത് തന്നെ അവരുടെ ഡീലിങ്സിലൂടെയാണ്. പിന്നെ ഇവർ മൊത്തത്തിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതിനകത്ത് അവരുടെ കോൺസെപ്റ്റിൽ നല്ലൊരു റെക്രിയേഷൻ ഏരിയ, ഒരു നല്ലൊരു സിറ്റ് ഔട്ടും നല്ലൊരു ജിംനേഷ്യം, അങ്ങനെ കുറേ ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് കൂടി, ഒരു കോമൺ ആയിട്ടുള്ളൊരു ലോണ്ട്രി സിസ്റ്റം, അപ്പോൾ അങ്ങനെയൊക്കെ നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള എലമെൻറ്റ്സും കൂടെ ചേർത്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നും. ഞങ്ങളുടെ രണ്ടുപേരുടെ ആണെങ്കിലും റിലേറ്റീവ്സും ഫാമിലി ഫ്രണ്ട്സും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് എറണാകുളം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യാറുള്ള ഒരു സിറ്റിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്കായിട്ടൊരു സ്ഥലം ഉള്ളതും വളരെ നല്ലൊരു കാര്യമാണല്ലോ. ഞങ്ങൾക്ക് അവിടെ ചെന്ന് സ്റ്റേ ചെയ്യാം, അവിടെ നിന്ന് ബാക്കിയുള്ള കാര്യത്തിനൊക്കെ പോകാം എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അതും കൂടി ഒരു വലിയ ഫാക്ടറാണ് ഞങ്ങളിത് സെലക്ട് ചെയ്യാനുള്ള കാര്യം. അപ്പോൾ ഞങ്ങൾക്ക് ഇത് ഡെലിവറി ചെയ്ത് സാധനം കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കിട്ടിയതിന് ശേഷം ഞങ്ങൾക്ക് റെൻറ്റിന് കൊടുക്കണം എന്നുള്ള ഒരു പ്ലാനിൽ തന്നെയാണ് ഞങ്ങൾ ഇരുന്നത്. അപ്പോൾ അത് തിരുവനന്തപുരത്തും മലപ്പുറത്തും വർക്ക് ചെയ്യുന്ന ജോലിയിൽ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കത് ഇവിടെ വന്ന് ചെയ്യാനുള്ളൊരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഉണ്ടല്ലോ.
അവർ തന്നെ അതിനുള്ള സപ്പോർട്ട് തരുന്നുണ്ട്. പ്രോപ്പ് ഫോർ ഓൾ എന്ന് പറഞ്ഞിട്ട് അവരുടെ തന്നെ ഒരു സിസ്റ്റർ കൺസേൺ ഇതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് തരുന്നുണ്ട്. അപ്പോൾ അവർ തന്നെ അതിൻ്റെ അഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന് അത്യാവശ്യമുള്ള ഫോളോ അപ്പ് ബഫറിലെല്ലാം അവർ തന്നെ ചെയ്തോളൂ. അപ്പോൾ അത് ഭയങ്കര ഒരു ഈസി ആയിട്ട് തോന്നി. നമ്മളൊരു പ്രോപ്പർട്ടി മേടിച്ചിട്ട് അതിനെ മോണിറ്റൈസ് ചെയ്യാനൊക്കെ ഇവർ തന്നെ സപ്പോർട്ട് തരുന്നത് ഭയങ്കര എളുപ്പമുള്ള ഒരു കാര്യമായിട്ട് തോന്നി. ഈ ബിൽഡിങ്ങിൻ്റെ 3D റെൻഡറിങ്സ് ഒക്കെ ആദ്യം കണ്ടിരുന്നു, ഇമേജസൊക്കെ. പക്ഷേ ആ 3Dയേക്കാളും ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ഫസാഡൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് വളരെ നല്ല രീതിയിൽ വന്നു. 2023 മെയ്യിലാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത്. 2024 ഏപ്രിലായപ്പോൾ തന്നെ അവർ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തു. സ്റ്റേ ഹാപ്പി വിത്ത് കസാഡ്.